ശബരിമല തീർത്ഥാടനം ആരംഭിക്കാനിരിക്കെ പ്രവേശന കവാടമായ ചെങ്ങന്നൂർ തീർത്ഥാടകരുടെ വരവോടെ സജീവമാകുന്നു. നഗരത്തിലെ വഴിവിളക്കും വിപണികളിലും തിരക്ക് കൂടിയെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് തീർത്ഥാടകർക്ക് പ്രതിസന്ധിയാകുന്നുണ്ട്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്നുണ്ടെങ്കിലും താമസത്തിനും ശുചിത്വത്തിനും ആവശ്യമായ സംവിധാനങ്ങളൊന്നും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ലെന്നാണ് പ്രധാന പരാതി. റെയിൽവേ സ്റ്റേഷനിലെ വിശ്രമ കേന്ദ്രങ്ങളും ബാത്തിംഗ് ഹട്ടുകളും മാത്രമാണ് യാത്രക്കാരുടെ ആശ്വാസം. അതേസമയം ദേവസ്വം ബോർഡ് നടത്തുന്ന ഇടത്താവളത്തിന്റെ വികസനവും പാതി വഴിയിലാണ്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 10.48 കോടി രൂപ ചെലവഴിച്ച 40,000 ചതുരശ്ര അടിയിൽ 3 നിലകളിലായി ആധുനിക സൗകര്യങ്ങളോടെയുള്ള ഇടത്താവളം നിർമ്മിക്കുമെന്നാണ് പദ്ധതി. എന്നാൽ ഒരു നിലയുടെ നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ലെന്നും കാലപ്പഴക്കത്തിൽ നശിച്ച ഭജനമഠം പുനർനിർമ്മിക്കുമെന്ന വാഗ്ദാനങ്ങളും വെറുതെയായെന്നും ഇവർ പറയുന്നു. നമ്മളെ സംബന്ധിച്ചറിയാം, ഏറ്റവും കൂടുതലായി ഭക്തന്മാർ അന്യ സംസ്ഥാനത്തുനിന്ന് വരുന്ന ഒരു സ്ഥലമാണ് ചെങ്ങന്നൂർ. ഇപ്പൊ തന്നെ നോക്കിയറിയാം, ഒരു അടിസ്ഥാന സൗകര്യവും ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് തിരക്ക്. സംസ്ഥാന സർക്കാരും നഗരസഭയും അടക്കമുള്ളവർ മുന്നൊരുക്കങ്ങൾ എന്ന പ്രഹസനമായ യോഗങ്ങൾ കൂടി, മന്ത്രിമാരുടെ യോഗങ്ങൾ കൂടി, എംപിയുടെ യോഗങ്ങൾ കൂടി പിരിയുന്നതല്ലാതെ ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നില്ല. കാലാകാലങ്ങളായിട്ട് ഇവിടെ കെട്ടിയിടുന്ന KSRTCയുടെയും മറ്റ് പോലീസിന്റെയും ഷെഡുകൾ കെട്ടുന്നതല്ലാതെ അവിടെയുള്ള കുടിവെള്ളം, അവിടെയുള്ള വൈദ്യുതി, അവിടെയുള്ള അടിസ്ഥാന സൗകര്യം, അവർക്ക് ശുചിത്വമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനം, അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിക്കും സംസ്ഥാന സർക്കാരിന്റെ നഗരസഭയുടെയും പിടിപ്പുകേടാണ്. ഓരോ വർഷവും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ മിത്രപ്പുഴ കടവ് വൃത്തിയാക്കിയെങ്കിലും സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ തീർത്ഥാടകർ ആശങ്കയിലാണ്. യാത്രാ സൗകര്യങ്ങളിൽ KSRTC അനുവദിച്ച 64 ബസ്സുകളിൽ 50 എണ്ണം മാത്രമാണ് സജ്ജമായിട്ടുള്ളത്. ശബരി സ്പെഷ്യൽ ട്രെയിനുകൾ എത്തുന്നതിനാൽ തിരക്ക് കൂടി ബസ് ലഭ്യത കുറയാനുള്ള സാധ്യത വീണ്ടും ഉയരുകയാണ്. ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ഇടത്താവളമായിട്ടും ചെങ്ങന്നൂരിലെ സജ്ജീകരണങ്ങളുടെ കുറവ് എന്തുകൊണ്ടാണെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.